അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ പോകുന്നത്. എൻ്റെ ഫാദർ ലോയാണ്. ഇതെൻ്റെ ഫാദർ ലോയ്, മദർ ലോയ്. അവർ UAE-യിലായിരുന്നു, ഫിച്ചറിലാണ്. അവരെ ഈ ദിവസം ഒന്നിച്ച് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പ് വിശ്വസിക്കും ദൈവം അത്ഭുതമായ രീതിയിൽ തകർച്ചയുടെ വിഷയങ്ങളിൽ നിന്നും അത്ഭുത വിഷയമാക്കിയ വിശ്വാസത്തിന്റെ വീര്യമുള്ള സാക്ഷ്യം പറയാനുള്ള ഒരു ഉറവിടമാണ് കർത്താവിന്റെ ദാസൻ. ഇന്ന് പകൽക്കാലം ആ ലെവലിലേക്ക് ദൈവാത്മാവ് ആദ്യമായിട്ട് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. നമ്മളെ ബലപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളും നമ്മുടെ ഉള്ളിൽ വിശ്വാസം നിറയ്ക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കാരണം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ ഇവിടെ കേൾക്കുന്ന ദൈവവചനത്താൽ അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ, ആ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ ഈ പകൽക്കാലം കാണുവാനിടയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഇടവെച്ച ദൈവത്തിന് കൃപയ്ക്കായി, ദൈവത്തിന്റെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷം നമ്മൾ കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ വെൽക്കം ചെയ്യാം. വി വെൽക്കം പാസ്റ്റർ ജെയിംസ് കെ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ, വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ശക്തമായി അനുഗ്രഹിക്കുവാൻ. Praise the Lord. Hallelujah. 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 ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വാതിൽ തുറക്കുന്നതിനെ കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കളയേണ്ടത് കളയുവാൻ, ചെയ്യേണ്ടത് ചെയ്യുവാൻ, അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഭാഗം നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ സൈഡിൽ നിന്നുള്ളത് ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടില് നമ്മൾ രാത്രി കിടക്കുമ്പോഴേ ഒരു കള്ളം വരുന്നു, ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നു, ഒരിടത്തിൽ കൂടെ നടക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താവിനോട് പറയും, ശബ്ദം കേൾക്കുന്നല്ലോ, ആരാണ്ട് വന്നു തോന്നുന്നു. ഒന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ചിലപ്പോൾ ആ കള്ളൻ അങ്ങ് ഓടിപ്പോയി. ലൈറ്റ് മാത്രം ഇട്ടാൽ മതി, അത്രയും ചെയ്താൽ ആ കള്ളൻ അങ്ങ് ഓടിപ്പോകും. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ലൈറ്റ് ഇട്ടാൽ മാത്രം ചിലപ്പോൾ പോകത്തില്ല, അവിടെ ഇന്നുകൊണ്ട് ആരാണ് എന്താ വേണ്ട എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾ ഓടിപ്പോകും. ചിലപ്പോൾ ഒന്നൊരു ടോർച്ച് അടിച്ചാൽ മതി, പിന്നെ ആ ശല്യം ഉണ്ടാകത്തില്ല അന്നത്തേക്ക്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിലേക്ക്. എന്നാൽ ചിലത് എന്ത് ചെയ്യും? ചിലപ്പം ഇയാളിനകത്ത് കയറിയെങ്കിൽ നമ്മൾ ഉടനെ നിലവിളിക്കണം, അല്ലേ? അയ്യോ ഓടുവായോ കള്ളം വന്ന് നിലവിളിച്ച ആൾക്കാരെല്ലാം ഓടി വന്ന് പിന്നെ പിടിക്കാനോ അല്ലെ കള്ളൻ ഓടിപ്പോകാനോ ഒക്കെ ഇടയാകും. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ, അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുവാൻ ചിലപ്പോൾ ലൈറ്റ് ഇട്ടാൽ മതി, ചിലപ്പോൾ ഒന്ന് ബഹളം വെച്ചാൽ മതി, ചിലപ്പോൾ നിലവിളിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവൻ വല്ല അടുത്തോണ്ട് പോയെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വിവിധ രീതിയിൽ നമുക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ, അഭിമുഖീകരിക്കുവാൻ തക്കണം ഇടയായി തീരും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ, ശത്രുവിനെ ഓടിക്കുവാൻ, ഇതിനൊക്കെയും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ചില ആയുധങ്ങളുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോൾ ഒരു കള്ളൻ വന്നാൽ ഓടിവായോ എന്നൊന്ന് നിലവിളിക്കാൻ ആരെക്കൊണ്ട് കഴിയും, പക്ഷെ ചിലര് പേടിച്ച് മിണ്ടാതിരിക്കും. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ ദൈവത്തിന്റെ വിടുതലുകൾ നമുക്ക് അനുഭവിക്കാൻ തക്കണവരെയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ഇത് യേശു പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. കേട്ടോ? നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. പിന്നെ എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് യേശു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ
ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാനായിട്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധം വിശ്വാസം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവജനത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ അനേക രോഗികൾ, അനേക പ്രശ്നക്കാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെയും വിടുതൽ പ്രാപിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇബ്രാഹിം ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുക. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസം വേണം. എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ദൈവം തരും. ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, അല്ലെ ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എനിക്കൊരു വിടുതൽ ഉണ്ടാകും. ആ ഒരു വിശ്വാസം നമ്മുടെ അകത്തേക്ക് കയറി വരണം. അല്ല നയമാന്റെ കുട്ടികൾ വന്ന് അവര് വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ഓടിക്കല്ലെന്നല്ല, നമ്മുടെ അകത്ത് നിന്നുണ്ടാകണം ആദ്യം വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ, വായിക്കണ്ട ഞാൻ പറഞ്ഞു പോകാം. അവിടെ എഴുതിയിരിക്കുന്നത് 12 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ച് ഒട്ടും ഭേദം വരാത്ത ഏറ്റവും പരവശയായ ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. യേശു സൗഖ്യമാക്കിയത്, ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേൾക്കണം, 4 പേർ ഒരു പക്ഷപാതക്കാരനെ എടുത്തോണ്ട് പോയി യേശുവിനെ സൗഖ്യമാക്കി. പള്ളിയിൽ വന്ന ഒരു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നതിനെ കുറിച്ച് ആര് കേട്ടു? ഈ സ്ത്രീ കേട്ടു. അപ്പോൾ അവൾ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അടുത്ത അവൾ പറയാണ്, യേശുവിനെ കുറിച്ച് കേട്ട മാത്രയിൽ അവൾ പറയുകയാണ്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുരുഷാരത്തിൽ കൂടി എന്ന് പറയാം, വലിയൊരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി വന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടു. ഇന്ന് പകൽക്കാലവും ആലയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം വിടുതൽ പ്രാപിച്ച് കടന്നു പോകുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിച്ച് കടന്നു പോകാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ തൊടുവാനിടയായിത്തീരും. ഞാൻ ഗൾഫിൽ ആയിട്ട് 35 വർഷം കഴിഞ്ഞു. ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആളാണ്. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് മർത്തോമ സഭയിലായിരുന്നു. അവിടെ വെച്ച് സ്നാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ അകത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു വിശ്വാസത്താൽ ജീവിക്കണം. എന്ത് കാര്യത്തിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ രോഗമൊക്കെ വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാർത്ഥിക്കും. പുതിയ മൂത്ത മോളാണ്. അത് കഴിഞ്ഞ് 3 ആൺപിള്ളേരുണ്ട്. 4 പേരുണ്ട്. ഈ 4 പേരും +2 വരെ അവിടെ പഠിച്ചിട്ടാണ് അവർ നാട്ടിൽ ഹയർ സ്റ്റഡിക്ക് വേണ്ടി വന്നത്. ഈ +2 വരെ പഠിക്കുന്നത് വരെയും അവിടെ വെച്ച് ഒരു മരുന്ന് കൊടുക്കുവാൻ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഒരു ബിസിനസ്സിന് വേണ്ടി ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി എനിക്ക് വർക്ക് തരണം എന്ന് പറയാൻ, പ്രൈസ് ദി ലോർഡ്, വർക്ക് കുറയുമ്പോൾ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന പൈസ തരാൻ ധാരാളം ആൾക്കാരുണ്ട്. ഇതിനൊന്നും ഇതുവരെയും കേസ് കൊടുക്കാൻ പോയിട്ടില്ല. അവിടെയൊക്കെ പേര് പറഞ്ഞ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഓരോന്നും പ്രാർത്ഥിച്ച് നേടുവാൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ഇന്ന് അതിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ജോഷി പറയുവാനായിട്ടിടയായി. ഇന്ന് ചിലർ വിശ്വാസം നിറച്ച് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ വിശ്വാസം നിറച്ച് കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. ആരെങ്കിലും വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല, പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നമുക്കെല്ലാം നേടുവാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വിദ്യയുടെ നേരെ ഇളയത് ജോയൽ, അവന് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പോകണം. അപ്പോൾ അവന് പ്ലെയിൻ ഓടിക്കുന്നു, പൈലറ്റ് ആകാനുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ അതിന് $50,000 അവിടുത്തെ ഫീസ്. അപ്പോൾ എൻ്റെ വരുമാനം അനുസരിച്ച് എനിക്ക് $50,000 അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ വിസ അടിക്കാനായിട്ട് എംബസി ചെന്നപ്പോൾ അവരും 2 വർഷത്തെ അവിടുത്തെ താമസം, പിന്നെ അവൻ്റെ ഫീസ്, പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കൂടെ അവർ കണക്കാക്കിയിട്ട് 3,70,000 എന്ന് പറഞ്ഞാൽ 50 ലക്ഷം സംതിങ് രൂപയുള്ളൂ. അത്രയും രൂപ ബാങ്കിലുണ്ടെങ്കിൽ വിസ അടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെ ബാങ്ക് ലോൺ കൊടുക്കുന്നതായിട്ടുള്ള പേപ്പർ വേണം. അവിടെ ബാങ്ക് അങ്ങനെ ചെയ്യത്തില്ല. മോൻ ചോദിച്ചു എന്ത് ചെയ്യണം, നമുക്ക് ഇതുവരെ ചെയ്യാം. അവൻ 3 ദിവസം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ പറയല്ലേ, ഞാൻ അവിടെ ഞങ്ങളെ AC-യുടെ വർക്ക് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഒരു പുതിയ പണി കിട്ടിയാലും അതിൻ്റെ ഞങ്ങൾ സാധാരണ ഒരു പുതിയ പണി കിട്ടിയാൽ 10% അഡ്വാൻസ്, പിന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 25%, ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് പൈസ വാങ്ങിക്കുന്നത്. അപ്പം അത്രയും ഒരു എമൗണ്ട് കിട്ടാനായിട്ടുള്ള ഒരു ഇതില്ല. എന്നാൽ 2 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു പണി, 2 മാസം കൊണ്ട് ഞങ്ങൾ ആ പണി ചെയ്തു. ഈ മോന് കൊടുക്കേണ്ട പൈസ മൊത്തം അതിലൂടെ ആ ഒറ്റ പണിയിലൂടെ ലഭിക്കാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഓരോ ആവശ്യത്തിൻ്റെ മേലും ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയം. എനിക്ക് കടം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി കടം ഞാൻ ചോദിക്കാറില്ല. ഞാൻ ചോദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മുട്ടുമടക്കി. എൻ്റെ കാലം നല്ല തഴമ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കൊന്നും അസാധ്യം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ നഴ്സിംഗ് പഠിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നവരെ ഓരോ വർഷവും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷമൊക്കെ രൂപ ഫീസ് കൊടുക്കേണ്ട പല മാതാപിതാക്കൾക്കും പ്രയാസമാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, അത് ഫീസ് കൊടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ വിടുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കണം, ദൈവം വഴിവെക്കില്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യനാരാ? ഭാഗ്യവാനാണ്. ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചു നോക്കേ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇല്ലായ്മ സകലത്തെ ഉളവാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പതുക്കെ ഒരു പേപ്പറിലോട്ട് എഴുതി, കർത്താവേ എനിക്കൊരു ആഗ്രഹം. അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിലയിൽ ഏതാണ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം, അത് വെച്ചിട്ട് ഒന്ന് ദൈവമേ എനിക്കൊരു വാഹനം വേണം, അല്ലെങ്കിൽ ദൈവമേ എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ കർത്താവേ എനിക്ക് IAS എഴുതണം, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം, എനിക്ക് ഡോക്ടർ ആകണം, ദൈവമേ എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിപ്പാനിടയാകണം. എന്താണ് നമ്മുടെ അകത്ത് ആഗ്രഹമുള്ളത് അതൊന്ന് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ച് നോക്കിക്കുകയും നമ്മുടെ മുമ്പിലുള്ള മഴകൾ മാറിയിട്ട് ദൈവം വഴികൾ തുറക്കുവാൻ, വാതിലുകൾ തുറക്കുവാൻ ഇടയായി തീരും. വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നാൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും. പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം. കർത്താവ് എനിക്ക് ഇന്ന ഭാരം, എനിക്ക് സമാധാനമില്ല കർത്താവ്, എനിക്ക് ആശ്വാസം വേണം കർത്താവ്. ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് കരഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവാൻ ദൈവം അനുവദിക്കയില്ല. കഷ്ടങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, രോഗം വരാം, ബുദ്ധിമുട്ട് വരാം. പക്ഷെ വിശ്വാസത്തോടെ പ്രാർത്ഥിയില്ലേ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി ഇടയായി തീരും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും പ്രശ്നം ഗുരുതരമാകുന്നത്. യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നു. കുഞ്ഞു രോഗിയായി കിടന്നപ്പോഴാണ് വന്നത്. എന്നിട്ട് യേശു പറയും ഞാൻ വന്ന് സൗഖ്യമാക്കാമെന്ന് പറയും. ഇപ്പൊ പുള്ളി വലിയ ധൈര്യത്തോടെ പോവാം. ഒരു പക്ഷെങ്കിൽ ഞാൻ യേശുവിന്റെ അടുത്ത് വന്നിട്ടും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെ നിരാശ. നാട്ടുകാർ പറഞ്ഞു പോയി, ഇയാളിപ്പോൾ വിടുതലുണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. യേശുവിന്റെ പുറകിന് പോയതാണ്.
ഹല്ലേലൂയ. പരിഹാസം, നിന്ദ, വഴി ഒക്കെ അവിടെയൊക്കെ നടക്കും. പ്രൈസ് ദി ലോർഡ്. മരിച്ചു പോയത്, നടക്കത്തില്ല എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഓ നഷ്ടമായി പോയി എന്ന് പറയുന്നതിനെ തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പിന്നെന്തുവാ? പ്രാർത്ഥന, അല്ലേ? ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉപവാസത്താലും. ഒന്ന്, നമുക്ക് വിശ്വാസം അത്യാവശ്യം. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട്? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയുണ്ട്. പിന്നെ നിലവിളിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെന്തുവാ? കരഞ്ഞുള്ള പ്രാർത്ഥന, അല്ലേ? അപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഓ ഇത് നടക്കത്തില്ല, ഇപ്പൊ ഡോക്ടർ പറയുക സൗഖ്യമാകത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിടത്ത് നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ ഇടയായിട്ടില്ല. ദൈവത്താൽ കഴിയും. ഹല്ലേലൂയ. ദൈവത്താൽ കഴിയും. ആരും നടക്കത്തില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാനൊക്കെ വെല്ലുവിളി വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയിലെ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയവും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതെങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനൊരു പരിധി വെക്കരുത്. ലഭിക്കുവോളം പ്രാർത്ഥിച്ചു, അത് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര അസാധ്യമായ കാര്യമാണ് നടക്കത്തില്ല എന്നുള്ളത് നമ്മുടെ ബുദ്ധി പറഞ്ഞാലും സാഹചര്യം പറഞ്ഞാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അത് നടക്കും. ഗവൺമെന്റിന്റെ കാര്യമായാൽ പോലും അത് ദൈവമായി ഇതൊക്കെ നിയന്ത്രിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളുകളായി ഞാൻ ഒരിക്കലും വെറുതെ ചെന്നപ്പോൾ ഒരപ്പച്ചന്റെ സാക്ഷ്യം കേട്ടത്, വർഷങ്ങളായി അദ്ദേഹത്തിന് വീട്ടിലോട്ട് പോകാൻ, വണ്ടിക്ക് പോകാനുള്ള വഴി ഇല്ല. കുറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്മേൽ ദൈവം വിടുതലയ്ക്കാനിടയായി. നമുക്ക് ഈ ഉടനെ പല കാര്യങ്ങളും നടക്കണമെന്നുള്ളത് കൊണ്ട് ഉടനെ വഴി തന്നിട്ട് ഉടനെ പോലീസിൽ പോവാ, അല്ലെ പഞ്ചായത്തിൽ പോവാ, ഇങ്ങനെ പല കാര്യങ്ങളും. നിങ്ങൾ ആ വിഷയം വെച്ചത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവം അതിന്മേലൊന്ന് ഇടപെടാനായിട്ടൊന്ന് അവസരം കൊടുക്കുക. പോലീസിനെ പട്ടാളത്തൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം, അതൊക്കെ മറക്ക്. ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിന്റെ കരങ്ങളിലെ വിഷയങ്ങളെ കൊടുക്കുവാനും നമുക്ക് ഇടയായി തീർന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി. ദൈവജനം ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായി. അപ്പൊ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് പറയണം. നമ്മൾ വിചാരിക്കുന്ന എന്തുവാ? എന്നാ ഭാര്യ പറഞ്ഞ എന്റെ സ്വർണ്ണമല്ലോ കേൾക്കൊണ്ട് എന്ത് ചെയ്യും? ബാങ്കിൽ വരും. എല്ലാം പറയും വസ്തുവിന്റെ പ്രമാണം കൊണ്ടുവന്ന്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് ഓടുന്ന ലോകമായിരുന്നു. ഇതൊന്നും ദൈവത്തിന്റെ കാര്യങ്ങളിലോട്ട് കൊണ്ടുവന്ന് ഭാര്യ ഭർത്താവ് നമ്മുടെ കൈ ഓർത്തിട്ട് നമ്മുടെ കർത്താവേ ഞങ്ങൾക്ക് പിന്നെ വീട് വെക്കണം, അല്ലെ ഞങ്ങൾക്ക് മോളെ പഠിപ്പിക്കണം, അല്ലെ കെട്ടിക്കണം, അല്ലെ വണ്ടി വേണം. എന്താ നമ്മുടെ ആവശ്യം? ഇതിനു വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് പ്രാർത്ഥനയിലെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒന്നും ഒരു കാര്യവും അസാധ്യമല്ല. നമുക്കറിയാം ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് നമുക്ക് അറിയാം. പക്ഷെങ്കിൽ ഇവിടെ കർത്താവ് പറയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. സ്തോത്രം. നമുക്കൊന്നും അസാധ്യമല്ല. നമുക്കൊന്നും കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ ബുദ്ധി കുറവാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിയില്ലേ. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയല്ലോ ജ്ഞാനം കൊടുക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ബുദ്ധിയെ പ്രകാശിപ്പാൻ തക്കണം ഇടയായിത്തീരും. ദൈവം നമ്മുടെ ഭാവി അനുഗ്രഹിപ്പാൻ തക്കണം ഇടയായി. നമ്മുടെ ബുദ്ധി നമ്മുടെ ഭാവി ഒന്നും കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ആരും ഒന്നും കണക്കാക്കരുത്. റാങ്ക് വാങ്ങിച്ചാലും നല്ല ജോലി കിട്ടണമെന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ജോലി ദൈവം തരുവാനായിട്ടിടയായി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ. വിദ്യാഭ്യാസം ഇല്ല എങ്കിലും ആരും പഠിച്ചിട്ട് തലയിലോട്ട് കയറുന്നില്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കുവാനായിട്ടിടയായി. അപ്പോൾ ഒന്നും സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ വിശ്വാസം. രണ്ടാമത് പ്രാർത്ഥന. ഹാഗാർ പ്രാർത്ഥിച്ചു, ഇല്ലേ? ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം പോലും ആരും സഹായിക്കാൻ, ചുറ്റും മരുഭൂമിയാണ്, ഒരു മനുഷ്യനോട് പോയി ചോദിക്കാൻ പോലും ആളില്ല, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കുവാനില്ലാത്ത സ്ഥലത്ത് സ്വന്തം കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിലവിളിക്കുന്ന ഒരു അമ്മയെ നമുക്ക് അവിടെ കാണുവാനായിട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ഫലം സ്വർഗം അവിടെ ഇറങ്ങുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒന്നും ഞാൻ ചിന്തിക്കാൻ, എങ്ങനെ അവർ അവിടെ താമസിക്കുവാനായിട്ട് മരുഭൂമിയിൽ അല്ലെങ്കിൽ ദൈവം നീരുറവിനെ കൊടുത്തു. നമുക്കറിയാം, ആഗാറിന്റെ മകൻ ഇസ്മായിൽ വളർന്നു, അവൻ വില്ലാളി വീരനായി. അവന്റെ അമ്മ തന്നെ ഒരു പെണ്ണിനെ മിസ്രൈം ദേശത്ത് കൊണ്ട് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ വലിയ വംശമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ വിചാരിക്കും ഇതോടെ തീർന്നു, ഇതോടെ കഴിഞ്ഞു എന്ന് പറയുന്ന സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഏതവസ്ഥയിലായാലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവമുഖത്തേക്ക് നോക്കേ, അവിടെ ദൈവത്തിന് വഴിയൊരുക്കുവാനായിട്ട് കഴിയും. എവിടെ നമ്മൾ സീറോ ആവുന്നു, അവിടെ നിന്നാണ് ദൈവം പണിയാനായിട്ട് തുടങ്ങുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവിന്റെ കൂടെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ കഴിവുകേട് സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ടിടയായി. ഹല്ലേലൂയ. നമുക്കൊന്നും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ നിരാശ മാറിപ്പോകട്ടെ, ഭാരം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്നും അസാധ്യമല്ല. നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരം തന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ വിശ്വാസം വേണം, പ്രാർത്ഥന വേണം, പിന്നെ ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഉപവാസത്തിന് ഭയങ്കര ശക്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നേടാം, പക്ഷേ അതങ്ങോട്ട് എട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത പ്രാർത്ഥന നിർത്തുകയാണ്. എന്ത് ചെയ്യണം? ഒരു 3 ദിവസം ഉപവാസിക്കണം. ചെല്ലു വരും, ഉപസിക്കാൻ മാത്രം പറ്റത്തില്ല. എങ്ങനെ വിശന്നിരിക്കും അല്ലേ? രാവിലെ കഴിച്ചാട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് അങ്ങ് ചിലർക്ക് പരവേശമാണെന്ന് പറയാം. പിന്നെ എങ്ങനെ ഉപവസിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഇന്നത്തെ ഡോക്ടർമാരെ ഒരു മനുഷ്യനെ കൊണ്ട് ഉപവസിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ഗുളിക സൂത്രം കൊടുത്ത് വിട്ടേക്കുക. പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപവസിക്കാൻ വേറെ കാര്യം ഇടാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഉപവാസ പ്രാർത്ഥനയില്ലാതെ ജാതി ഒഴിഞ്ഞു. ഡോക്ടർ പറയുന്നത് കേൾക്കണോ, ദൈവം പറയുന്നത് കേൾക്കണം. ദൈവം വിടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്തോണം? ഉപവസിച്ചോണം. ആരെങ്കിലും ഉപവസിച്ചാലുണ്ടല്ലോ, രോഗവും മാറും, പ്രശ്നവും മാറും, വിടുതലും മാറും. ഉപവാസം എത്ര നല്ലൊരു ഔഷധം വേറെ. അതുകൊണ്ട് മഹാത്മാഗാന്ധി പണ്ട് പറയുമായിരുന്നു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? വയറെല്ലാം കാലിയാക്കി ഉപവസിക്കണം. എന്നിട്ട് നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആഹാരം ഇല്ലാത്തതാണ് അല്ലേ? വിശക്കുന്നേ എന്ന് പറയും പിള്ളേർ പുറകെ നടക്കും. ഇന്ന് പിള്ളേരുടെ പുറകെ നടക്കുക, കഴിക്കുക. ഇന്ന് 2, 3, 4, 5 നേരം മനുഷ്യൻ കഴിച്ചിട്ടുള്ള രോഗമെല്ലാം കൂടെ പിടിപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ, ശത്രുക്കൾ നമുക്ക് എതിരായി പ്രവർത്തിക്കുമ്പോൾ, കേസ് കൊടുക്കുമ്പോൾ, വീട്ടിലെ ഉപവാസ പ്രാർത്ഥന വയ്ക്കും. അത്ഭുത വിടുതൽ നമുക്ക് കാണുവാനായിട്ട്. അല്ല, എന്നെ കാണിക്കാമെന്ന് ഞാനും കാണിക്കാമെന്ന് പറഞ്ഞു പോയാൽ ദൈവം കൂടെ കാണത്തില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങിപ്പോകയില്ല. അപ്പോൾ ഇതൊക്കെ ദൈവം ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ വിടുതലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളിൽ നിന്നുണ്ടാകണം. നമുക്ക് വിശ്വാസം ഉണ്ടാകണം, നമ്മൾ ഉപവസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ശത്രുവിന്റെ നേരെ ചെല്ലുവാനായിട്ടല്ല, നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ദൈവത്തേക്ക് നോക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമുക്കൊന്നും സാധ്യമല്ല. ഇവിടെ അടുത്തത് അവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ നമ്മുടെ വാക്കുകളുടെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ എങ്ങനെയാ സൗഖ്യം? തൊട്ട സൗഖ്യമായെങ്കിലും അതിനു മുമ്പ് അവളൊരു കാര്യം പറഞ്ഞു, ഞാൻ യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം
വരും. അങ്ങനല്ലേ വായിച്ചേ? അവള് യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു. നമ്മളെ പലതും ഇങ്ങനെ ആകുമുണ്ട്, കർത്താവേ അടുത്തേക്ക് നടക്കണേ എന്നുള്ള പലതും നമ്മളെ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോൾ അതിന്റെ ശക്തി ഭയങ്കരമാണ്. നമ്മൾ വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ, നമ്മൾ പറഞ്ഞാൽ സൗഖ്യമാകട്ടെ, എനിക്ക് സൗഖ്യം വരും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എനിക്ക് വിടുതൽ ഉണ്ടാകും, ഞാൻ നന്മ പ്രാപിക്കും, എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, ദൈവം എന്നെ മാനിക്കും, വിളിച്ചു പറ. വിശ്വാസത്തോടെ വിളിച്ചു പറ. ഹൃദയത്തിൽ മാത്രം ഇരുന്നാ പോരാ, അത് വാകൊണ്ടൊന്ന് പറ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. നമ്മൾ വിളിച്ചു പറയണം. നമുക്ക് ഒത്തിരി അധികാരം ദൈവം തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കണം. യോശുവ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യായിരം താഴ്വരയിലും നിൽക്ക. നിന്നില്ലയോ? നമുക്ക് പ്രയാസമായി വരുന്നത് ചില ശത്രുക്കള് മുമ്പോട്ട് കടന്നു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നീക്ക എന്നൊന്ന് പറഞ്ഞു നോക്കണം. മഴയെ നിർത്തുവാൻ, മഴയെ പെയ്ക്കുവാൻ ദൈവത്തിന് കഴിയും, നമ്മുടെ വാക്കുകൊണ്ട് കഴിയും. ദൈവം പ്രവർത്തിക്കുന്ന നമ്മുടെ വാക്കുകളിലൂടെയാണ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. നമ്മൾ പറയുന്നതനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിച്ചു പറയുവാൻ, വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ ഇടയായിത്തീരും. രോഗം ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ ഒന്ന് പറഞ്ഞു വിട്ടേ പോകാൻ പറ. ഈ ശരീരം ആരുടേതാ? ദൈവത്തിന്റെ മന്ദിരം. നമുക്കൊരു പനിയുടെ ഫീലിംഗ് വരുമ്പോൾ ഒന്ന് പറഞ്ഞേ, പനിയെ ഈ ശരീരത്തില് നിനക്ക് അവകാശമില്ല, മര്യാദയ്ക്ക് പൊക്കോളം, ഇവിടെ നിന്റെ പണിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു നോക്കുന്നേ. ഏതാണ് നഷ്ടമുണ്ട്? അത് പറയണം, ചോദ്യം കിട്ടിയാൽ ഒരു ആന പോയാൽ രണ്ട് വാക്കെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ പറഞ്ഞു നോക്കേ, എന്തോ നഷ്ടം. വിശ്വാസത്തോടൊന്ന് പറ. നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നമ്മുടെ കയ്യിൽ, ഞാൻ ഈ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നീ ശക്തി ഇറക്കണമേ, നീ ഇവിടെ ദൂതനെ അയക്കണമേ, നീ ഇവിടെ ഇറങ്ങണമേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇല്ല, പട്ടാളത്തെ വിളിക്കുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് ഇല്ലേ, അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആദ്യം ഇവിടെ ഒരു കേസൊക്കെ ഉണ്ടായാൽ ലോക്കൽ പോലീസ് അന്വേഷിക്കും, അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിന് കൊടുക്കും, അവർക്കും ശരിയാകുന്നില്ല നമ്മൾ CBI ഒക്കെ അവർക്ക് പിന്നെ വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടൊന്ന് നമുക്ക് നോക്കാം. ഓടാന്ന് പറഞ്ഞാൽ പോകുന്നതിനെ നമുക്ക് വേണ്ടി ഓടിക്കരുതോ? ഹല്ലേലൂയ. നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം കൊണ്ട്, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാം. അപ്പോൾ 1 വിശ്വാസം, 2 പ്രാർത്ഥന, 3 ഉപവാസം, 4 കൽപ്പിക്കുക, നമ്മള് പറയുക. 35 വർഷമായി ആശുപത്രി പോയി മരുന്ന് കഴിച്ചിട്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. രോഗം വന്നാലും ആശുപത്രിയോ മരുന്നിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിപ്പോഴേ ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ നോക്കിക്കേ. സ്ഥിരമായിട്ട് ഡോക്ടർ പറയുന്ന മരുന്നെല്ലാം കഴിക്കുന്ന ഒരു 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ, അല്ലെങ്കിൽ ഒരു 70 കയറുമ്പോൾ മുതൽ 90 വയസ്സെല്ലാം മതിപ്പാ അനങ്ങാൻ പറ്റും. ഇങ്ങനെ ഒരു മാതിരി ആരോഗ്യമില്ല. ഈ മരുന്ന് കഴിച്ച് ആരെങ്കിലും നന്നായിട്ടുണ്ട് എന്നോടൊന്ന് പറ. അത് മരുന്ന് കഴിക്കാതെ നടക്കുന്നവരെ നല്ലോണം നടക്കുന്നു. വിശ്വാസം നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന ഈ വൈദ്യനെ ഈ മരുന്നൊക്കെ ഒന്ന് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 6:38 കിട്ടുന്നത് എങ്ങനെയാണ്? അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. എന്തോ ചെയ്യണം? കൊടുക്കണം. കൊടുത്തില്ലല്ലോ, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടത്തില്ല. പലരും കൊടുക്കാതെ വാങ്ങിക്കാനായിട്ടിരിക്കുക. എന്തെങ്കിലും കിട്ടി, കാശ് വേണോ? കാശ് കൊടുക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല.
പക്ഷെങ്കിൽ നമ്മൾ കൊടുത്താൽ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മൾ കൊടുക്കുക, പ്രത്യേകിച്ച് സാധുക്കൾക്ക്, ആവശ്യത്തിലിരിക്കുന്നത്, വിശക്കുന്നവർക്ക്, നഗ്നർക്ക്, ഇവർക്കെല്ലാം നമ്മൾ കൊടുത്താൽ അതിന്റെ 10 മടങ്ങ് ദൈവം നമുക്ക് തരുവാൻ. ഇവിടെ പറഞ്ഞ് വായിച്ച എന്തുവാണ്? അമർത്തി കുലുക്കി കവി. ഈ മർമ്മം പലർക്കും അറിയത്തില്ല. പലരും വിചാരിക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. കൊടുത്തു നോക്കേ, ധാരാളമായി ദൈവം തരുവാനായിട്ടിടയായി. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. മലാക്കി 3:10. ദൈവം പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഇതിനാണ് ഞാൻ പരീക്ഷിപ്പിക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ദശാംശം ദേവാലയത്തിൽ കൊണ്ടുപോകാം. ദൈവം പറയുവാണ്, എന്നിട്ട് കൊടുത്തിട്ടൊന്ന് ചോദിച്ചു നോക്കാം, കിട്ടുന്നില്ലെന്ന് ചോദിച്ചു നോക്കാം. കർത്താവ് ഞാൻ കറക്റ്റ് ദശാംശം കൊടുക്കുന്നതാണ്. കർത്താവ് ഇങ്ങനെ പറയപ്പെട്ടല്ലോ, ഇങ്ങനെ ഈ വചനപ്രകാരം എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു നോക്കി. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കി. ആലയ ദൈവം പറഞ്ഞ പരീക്ഷിക്കാൻ ദശാംശം കറക്റ്റിന് ആലയത്തിൽ കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി. സദൃശവാക്യം 3:9-10 വാക്യം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. തീർന്നില്ല. അങ്ങനെ ചെയ്താൽ നമ്മളിങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളപ്പുര സമൃദ്ധിയായി നിറയും. പിന്നെ വീഞ്ഞ് കവിഞ്ഞൊഴുകും. കൊടുത്തു നോക്കിക്കേ, ഒട്ടും ദൈവം പറയുന്നത്. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ധനം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം, അത് തേങ്ങാനാണെങ്കിൽ 100 തേങ്ങ കിട്ടുമ്പോൾ 10 തേങ്ങ ഉപദേശിക്ക് കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം അതിന്റെ പകരം തരുവാനായിട്ടിടയായി. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30 മുതൽ ഇങ്ങോട്ട് വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ എളിവർക്ക് ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ കൊടുത്താൽ നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കിക്കേ, അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും. നമുക്കൊന്നും അസാധ്യമാകുകയില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, വിശ്വാസത്തോടെ പോഷിപ്പാൻ നമുക്ക് ഇടയായിത്തീരുന്ന, അതുപോലെ വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കുവാനും ഇടയായി തീർന്നാൽ അതിൽ സമൃദ്ധിയായ അനുഭവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കളപ്പുരകൾ നിറഞ്ഞു കഴിയുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ഇതിനാൽ ദൈവത്തെ പരീക്ഷിപ്പിന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ശലോമോനും അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ടു. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ദൈവസന്നിധിയിൽ. രോഗത്തിന് സൗഖ്യം. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വരുമ്പോൾ അതിനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യും. കാരണം രോഗം വിട്ടുപോയിന്ന് പറയുവാനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ അതിനെ കൊണ്ട് ഓടി ആശുപത്രി പോകുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ കൈവെച്ചൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സൗഖ്യം നൽകുവാനായിട്ടിടയായി. എന്തിനീ വിഷം എല്ലാം കൂടെ ബുദ്ധിവെക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് മരുന്നില്ലാതെ ആരോഗ്യത്തോടെ ജീവിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ പണം നമുക്കത് അനുഭവിപ്പാൻ, നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് ഈ ലോകത്തില് ഹല്ലേലൂയ, സ്തോത്രം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.